ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ഹോട്ട് ടോപ്പിക് ഡിസ്കഷൻ എന്ന രീതിയിൽ ഒരു സെഷൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇന്ത്യൻ എക്കോണമി കഴിഞ്ഞ രണ്ട് പ്രിലിംസിലും എക്കോണമിയിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായ രീതിയിലായിരുന്നു അവർ ചോദിച്ചിരുന്നത്. അപ്പോൾ അടുത്ത ഫേസ് എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ ഫേസ് ചെയ്യേണ്ടി വരിക നമുക്കറിയില്ല. എനിവേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കുറച്ച് ടോപ്പിക്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ഓൾറെഡി കണ്ടതാണോ എന്ന് എനിക്കറിയില്ല. യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ കുറച്ച് പ്രീവിയസ് ക്ലാസ്സസ്, വിഷ്ണു സാറിൻ്റെ കുറച്ച് പ്രീവിയസ് ക്ലാസ്സസ് കാണാം. GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്, അങ്ങനത്തെ കുറച്ച് നല്ല ബേസിക് ക്ലാസ്സസ് കാണാം. അത് എല്ലാവരും ഒന്ന് കാണണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷൻ തന്നെയാണ്. ആൻഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വേറെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ് ഇൻഫ്ലേഷനും മോണിറ്ററി പോളിസീസും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക്. പിന്നെ 5 ഇയർ പ്ലാൻസും നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് പോകണം. നമുക്കറിയില്ല ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്ന ഡിഗ്രി പ്രിലിംസിന് അവർ ചോദിക്കുന്നത് എന്ന്. സെക്കൻഡ് ഫേസിൽ വളരെ ഡിഫിക്കൽട്ട് ആയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. നല്ല കൺഫ്യൂസിങ് ആയിരുന്നു. തേർഡ് ഫേസ് കുറച്ചുകൂടി എളുപ്പമാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇൻഫ്ലേഷൻ. എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ഒരു എക്കോണമിയിൽ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും പ്രൈസിൽ ഉണ്ടാവുന്ന ഗ്രാജുവൽ റൈസിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻഫ്ലേഷൻ ഉണ്ടെന്ന്, അതായത് പ്രൈസ് കൂടുകയാണോ കുറയുകയാണോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അപ്പൊ അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട രണ്ട് ടേംസ് ഉണ്ട്. ഒന്ന് ഡിമാൻഡും ഒന്ന് സപ്ലൈയും. എന്താണ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഡിസയർ അല്ലെങ്കിൽ നമുക്ക് ഒരു സാധനം വാങ്ങാനുള്ള എബിലിറ്റിനെ അല്ലെങ്കിൽ ഡിസയറിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുക. ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സാധനം വാങ്ങാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ ഡിസയറിനെയാണ് ഡിമാൻഡ് എന്ന് പറയുക. നമ്മൾ വാങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ ആ സാധനം മാർക്കറ്റിൽ ഉണ്ടാവുക എന്നുള്ള ആ ഒരു ഇതിനെയാണ് സപ്ലൈ എന്ന് പറയാം. അപ്പോൾ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണെങ്കിൽ ഇക്വിലിബ്രിയത്തിലാണ് നമ്മുടെ എക്കോണമി, നമ്മുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാം. പക്ഷെ ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലും ആണെങ്കിലോ, ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലും ആണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക? ഡിമാൻഡ് കുറവാണ്, സപ്ലൈ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറേ സാധനങ്ങളുണ്ട്, ആർക്കും സാധനമൊന്നും വേണ്ട. സപ്പോസ് നമ്മൾ കടയിൽ തക്കാളി വാങ്ങാൻ പോയി, തക്കാളി വാങ്ങുകയാണ് നമ്മുടെ ഉദ്ദേശം. തക്കാളി ധാരാളമായിട്ട് മാർക്കറ്റിലുണ്ട്, എല്ലായിടത്തും നോക്കുമ്പോൾ തക്കാളിയാണ്. പക്ഷെ ആളുകൾക്കൊന്നും തക്കാളിയുടെ അത്ര വലിയ ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സമയമാകുമ്പോൾ കച്ചവടക്കാരെന്താ ചെയ്യുക? ആ സാധനത്തിന്റെ വില നന്നായി കുറയ്ക്കും. ഒരു കിലോന് 10 രൂപയായിട്ടും 20 രൂപയായിട്ടും കൊടുക്കും. 5 കിലോ 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് സാധനത്തിന് വിൽക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള സമയം വരുമ്പോൾ പ്രൈസിന് എന്താ സംഭവിക്കുന്നത്? പ്രൈസ് കുറയുകയാണ് ചെയ്യുന്നത്. ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുകയും ചെയ്യുന്ന സമയത്ത് പ്രൈസ് കുറയുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഡീഫ്ലേഷൻ എന്ന് പറയുക. സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷൻ എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യാം. ഡിമാൻഡ് കൂടുതലാണ്, എല്ലാവർക്കും തക്കാളി വേണ്ട ഒരു സമയമാണ്. പക്ഷേ തക്കാളി ഉൽപാദനം വളരെ കുറഞ്ഞ സമയമാണ്. തമിഴ്നാട്ടിൽ എന്തോ ക്രൈസിസ് വന്നു, തക്കാളി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി അയക്കുന്നില്ല. മഴ പെയ്തിട്ട് തക്കാളി എല്ലാം ചീഞ്ഞു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ എന്ത് സംഭവിക്കും? സാധനത്തിന്റെ വില കൂടും. അങ്ങനെ വില കൂടുന്നതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുക. മാർക്കറ്റില് ഗുഡ്സിന്റെയും സർവീസസിന്റെയും
പ്രൈസ് കൂടുന്നതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നത് ആവറേജ് പ്രൈസ്, ഒരു ബാസ്ക്കറ്റ് ഓഫ് കമ്മ്യൂണിറ്റീസും സർവീസസും ഉണ്ടാവും. അതിന് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ സാധനങ്ങളുടെ വില ആവറേജ് പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ചാണ് നമ്മൾ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻഫ്ലേഷന്റെ ഒപ്പോസിറ്റ്, അതായത് പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നതിനെയാണ് ഡീഫ്ലേഷൻ എന്ന് പറയാം. ഇന്ത്യയില് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നത്. ആരാണ് മെഷർ ചെയ്യുന്നത് ഇൻഫ്ലേഷൻ? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, അവരാണ് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിമാൻഡ്, ഇൻഫ്ലേഷൻ നമുക്ക് അതിന്റെ കോസസ് വെച്ചിട്ട്, അതായത് എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ ഉണ്ടായത് എന്നുള്ള കാരണത്തെ അടിസ്ഥാനമാക്കി ഇൻഫ്ലേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആദ്യത്തേതാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. അതായത് ഞാനിപ്പോ പറഞ്ഞു, തക്കാളി, എല്ലാവർക്കും തക്കാളി വേണം, മാർക്കറ്റിൽ തക്കാളിയുടെ എണ്ണം കുറവാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? കച്ചവടക്കാര് തക്കാളിയുടെ വില കൂട്ടും. അങ്ങനെ കൂടുന്നതിനെയാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുക. അതായത് ഡിമാൻഡ് സർപ്പാസ് ചെയ്യുക അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിനെ, അപ്പോഴാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്. അപ്പം എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഇങ്ങനെ ഡിമാൻഡ് ഉണ്ടാവുക? പൈസയുടെ മൂല്യം, ഡിപ്രിസിയേഷൻ ഓഫ് റുപ്പി, നമ്മുടെ ഇന്ത്യ എക്കണോമിയിൽ രൂപയുടെ മൂല്യം താഴെയാണ്. അപ്പൊ ഫോറക്സ് റിസർവ് കൂടും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഡിമാൻഡ് കൂടും, പൈസയ്ക്ക് ഡിമാൻഡ് കൂടും. ഓക്കെ, ഇനി ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് കോസ്റ്റ് റൈസ് ഇൻ കൺസ്യൂമർ സ്പെൻഡിങ് ആൻഡ് ഹയർ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞൊരു സാഹചര്യമാണ്, ആളുകളുടെ സ്പെൻഡിങ് കൂടും, ഇൻവെസ്റ്റ്മെന്റും കൂടും. അങ്ങനെയുള്ള സാഹചര്യത്തിലും ഡിമാൻഡ് കൂടിയിട്ട് ഇൻഫ്ലേഷനിലേക്ക് എത്തും. ഇനി ഫെസ്റ്റിവൽ സീസണിൽ, സ്പെഷ്യൽ ഈവൻസൊക്കെ കൺസ്യൂമറിന്റെ സ്പെൻഡിങ് കൂടും, അപ്പോൾ പ്രൈസ് കൂടും. ഓക്കെ, അപ്പോൾ ഓണത്തിന് നമുക്കറിയാം പച്ചക്കറിയുടെ വിലയൊക്കെ കൂടും അല്ലേ? അതൊക്കെ ഡിമാൻഡ്, അതായത് ഓണത്തിന് എല്ലാവർക്കും പച്ചക്കറി വേണം, അപ്പൊ അവിടെ ഡിമാൻഡ് കൂടുതലാണ്. ആ സാഹചര്യത്തിൽ പ്രൈസ് കൂട്ടുകയാണ്. ഇതിനെയാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയാം. അതായത് സാധനത്തിന്റെ ആവശ്യം കൂടുമ്പോൾ വില കൂട്ടുന്നതിനെയാണ് നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയാം. അടുത്തത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നു, അതായത് റോ മെറ്റീരിയലിന്റെ വിലയൊക്കെ കൂട്ടി, അപ്പൊ സ്വാഭാവികമായിട്ടും സാധനത്തിന്റെ വിലയും എക്കോണമിയിൽ കൂടും അല്ലെ? അതുപോലെ ആളുകൾ, പണിയെടുക്കുന്ന ജീവനക്കാർ വരെ ഞങ്ങൾക്ക് ഇത്ര ശമ്പളമൊന്നും പോരാ, ഞങ്ങൾക്ക് കുറച്ചുകൂടി ശമ്പളം വേണമെന്ന് പറഞ്ഞിട്ട് അവര് സാലറി കൂട്ടാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവർക്ക് സാലറി കൂട്ടേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ ആ പ്രോഡക്റ്റിന്റെ വില കൂട്ടുകയും അവർക്ക് വഴിയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളെയാണ് ഇങ്ങനെ വില കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയാം. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. കോസ്റ്റ് ആണ് ഇവിടെ പുഷ് ചെയ്യുന്നത്, അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ്, വേജസ്, റോ മെറ്റീരിയലിന്റെ പ്രൈസ് കൂടുന്നത്, ഇതെല്ലാം കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലേഷനാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന കോസ് കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ. നെക്സ്റ്റ് ആണ് സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ. സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചേഴ്സിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കാരണം, അതായത് മാർക്കറ്റിന്റെയും എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ലൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ വിസിബിൾ ആവുന്നില്ലെന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, എനിവേ ഞാൻ അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
എക്കണോമിക് സ്ട്രക്ചേഴ്സിന്റെ അൺഅവൈലബിലിറ്റി മൂലം ഉണ്ടാകുന്ന ഇൻഫ്ലേഷനാണ് സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഇനി നമുക്ക് ഇൻഫ്ലേഷന് അതിന്റെ കാരണം കൊണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇൻഫ്ലേഷൻ ഉണ്ടാവാനുള്ള കാരണമാണ്. ഇനി നമ്മൾ ഇൻഫ്ലേഷനെ ഡിഫറെന്റ് കാറ്റഗറീസ് ആയി തിരിച്ചിട്ടുണ്ട്. അതിന്റെ കോസിനെ അനുസരിച്ചിട്ട് ഇൻഫ്ലേഷനെ ഡിവൈഡ് ചെയ്യുന്നതാണ് ബേസ്ഡ് ഓൺ കോസ്റ്റ്. ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ്. ആദ്യത്തെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. എക്കോണമിയിലുള്ള ടോട്ടൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹെഡ്ലൈൻ. നമ്മൾ പത്രം വായിക്കുമ്പോൾ എന്താണ് ഹെഡ്ലൈൻ നമുക്കറിയാം അല്ലേ? അങ്ങനെ പത്രത്തിന്റെ ഹെഡ്ലൈൻ, അതായത് തക്കാളിക്ക് ഉയർന്ന വില നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ അരിയുടെ വില കൂടുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പത്രത്തിൽ ഹെഡ്ലൈൻ ആയിട്ട് കാണിക്കില്ലേ, അതിനെ തന്നെയാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത്രേ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനെ പറയാൻ പറ്റുള്ളൂ. ഇനി ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ വന്നു എന്ന് വിചാരിച്ചിട്ട് അതാണ് എക്കോണമിയിലെ ഇൻഫ്ലേഷൻ ട്രെൻഡ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ഒരു സെക്ടർ സ്പെസിഫിക് ഇൻഫ്ലേഷണറി സ്പൈക്ക് ആണ്. അതായത് ഇപ്പോ അരിയുടെ വില കൂടി എന്ന് വെച്ചിട്ട് മൊത്തത്തിൽ എല്ലാ സാധനങ്ങളുടെയും വില ഉയർന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് അരിയുടെ വില മാത്രമാണ് കൂടിയിരിക്കുന്നത്. അപ്പം ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ മൊത്തത്തിൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ പണം സാധനങ്ങളുടെ വില ഉയർന്നു എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. അരിയുടെ മാത്രം ആ സെക്ടറിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അടുത്തതാണ് കോർ ഇൻഫ്ലേഷൻ. കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ നിന്ന് പ്രൈസ് ഓഫ് ഫുഡും പ്രൈസ് ഓഫ് ഫ്യൂവലും കുറയ്ക്കുന്നതിനെയാണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയാം. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിലുള്ള ചേഞ്ച്, അതിൽ നിന്ന് എന്തൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്? പ്രൈമറി ആർട്ടിക്കിൾസ്, ഫുഡ്സും ഒക്കെ കുറച്ചതിനെയാണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ഫുഡ്, പെട്രോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വോളറ്റൈലിറ്റി കൂടുതൽ, അതായത് അത് പെട്ടെന്ന് ചെറിയൊരു കാരണം കൊണ്ട് ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്ന ഒരു സാധനമാണ് ഫുഡ് ഐറ്റംസും പ്രൈമറി ആർട്ടിക്കിൾസും ഫ്യൂവലും ഒക്കെ. അതായത് ഇപ്പോൾ സൗദിയിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ എണ്ണയുടെ വില കൂടും. അപ്പൊ ഇവിടെ എണ്ണയുടെ വില കൂടി, പെട്രോളിനും ഡീസലിനും വില കൂടി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ എക്കോണമിയിൽ പ്രൈസ് കൂടുകയാണ് ചെയ്തത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് അവിടെ ഉണ്ടാവുന്ന ഒരു ക്രൈസിസ് കാരണമാണ് ഈ പെട്രോളിന്റെ വില കൂടിയത്. അല്ലാതെ ഇവിടെ എല്ലാ സാധനങ്ങളുടെയും വില ഉയർന്നിട്ടില്ല. അപ്പോൾ അത് പെട്ടെന്ന് വോളറ്റൈൽ ആവുന്ന ഒരു സാധനമാണ് ഫുഡ് ഐറ്റംസും പെട്രോളും. അപ്പൊ അതിനെ കുറച്ചിട്ടാണ് നമ്മൾ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് അതിനെ മൈനസ് ചെയ്തത്. ഫുഡ് ഐറ്റംസിനെയും പെട്രോൾ, പ്രൈസ് ഓഫ് ഫ്യൂവലും പ്രൈസ് ഓഫ് ഫുഡും മൈനസ് ചെയ്തതിനെയാണ് നമ്മൾ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോർ ഇൻഫ്ലേഷൻ ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം കൺസ്യൂമറിന്റെ ഇൻകത്തിനനുസരിച്ചിട്ട് സാധനങ്ങളുടെ വില കൂടുന്നത് നമുക്ക് കോർ ഇൻഫ്ലേഷനിൽ മനസ്സിലാക്കാൻ പറ്റും. സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ ഞാൻ നേരത്തെ ജസ്റ്റ് പറഞ്ഞിരുന്നു. ഇനി റിഫൈൻഡ് കോർ ഇൻഫ്ലേഷൻ. ഇത് ഞാൻ റിഫൈൻഡ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആദ്യം നമ്മൾ കോസ്റ്റിനനുസരിച്ച് ആദ്യമായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്, ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ വെച്ചിട്ടായിരുന്നു. പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ അത്ര അക്യുറേറ്റ് ആയ ഒരു കാര്യമല്ല. കാരണം ഫുഡ് ഐറ്റംസിന്റെയും പ്രൈമറി ആർട്ടിക്കിളിന്റെയും ഫ്ലക്ച്വേഷൻ ഈ ഇൻഫ്ലേഷന് കാരണമാവുന്നുണ്ടെന്നും ഇൻഫ്ലേഷന്റെ വേരിയേഷന് കാരണമാവുന്നുണ്ട്. അതൊരു ഷോർട്ട് ടൈം ഇൻഫ്ലേഷൻ ആണെന്നും അതല്ല യഥാർത്ഥത്തിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നും അവർക്ക് മനസ്സിലായി. അപ്പോൾ അവര് എന്ത് ചെയ്തു? കോർ ഇൻഫ്ലേഷൻ, അതായത് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ മൈനസ് ഫുഡ് ഐറ്റംസിന്റെയും പ്രൈമറി ആർട്ടിക്കിൾസിന്റെയും ഒക്കെ പ്രൈസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോർ ഇൻഫ്ലേഷൻ കിട്ടും. അങ്ങനെ 2022 ഈ റിഫൈൻഡ് കോർ ഇൻഫ്ലേഷൻ എന്ന ഈ ഒരു കൺസെപ്റ്റ് എക്കണോമിക് സർവേ 2022 ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
അതായത് ഈ സർവേയിൽ പറയുന്നത് റിഫൈൻഡ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളറ്റൈൽ ഫ്യൂവൽ ഐറ്റംസ് കൂടെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് പെട്രോൾ ഫോർ എ വെഹിക്കിൾ, ഡീസൽ ഫോർ എ വെഹിക്കിൾ, ലൂബ്രിക്കൻസ് ആൻഡ് അതർ ഫ്യൂവൽ ഫോർ വെഹിക്കിൾ, ഇതെല്ലാം ഫുഡ് ആൻഡ് ബീവറേജസിന്റെ കൂടെ കുറയ്ക്കേണ്ടതുണ്ട്. ഫ്യൂവൽ ആൻഡ് ലൈറ്റ് കൂടി എക്സ്ക്ലൂഡ് ചെയ്യണം ഹെഡ്ലൈൻ റീറ്റെയിൽ ഇൻഫ്ലേഷനിൽ നിന്ന് എന്ന് പറഞ്ഞു. ഓക്കെ, എക്കണോമിക് സർവേയിൽ എന്താ പറഞ്ഞത്? ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ നമ്മൾ ആദ്യം ഫുഡ് ഐറ്റംസ് ആയിരുന്നു മൈനസ് ചെയ്തത്. ഫുഡ് ഐറ്റംസ് മാത്രമല്ല നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. 2022 എക്കണോമിക് സർവേ പ്രകാരം നമ്മൾ ഫ്യൂവൽ ഐറ്റംസ് കൂടി, ലൈറ്റ് ആൻഡ് ഫ്യൂവൽ ഐറ്റംസ് കൂടി മൈനസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് സ്ട്രക്ചറൽ കോർ ഇൻഫ്ലേഷൻ എന്ന കൺസെപ്റ്റ്, റിഫൈൻഡ് കോർ ഇൻഫ്ലേഷൻ എന്ന കൺസെപ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്പീഡിനനുസരിച്ച്, അതായത് ഇൻഫ്ലേഷൻ എങ്ങനെയാണ് കൂടുന്നത് എന്നതിനനുസരിച്ചിട്ട് ഇൻഫ്ലേഷനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 4 അല്ല, 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ലെവലിലുള്ള ചെറിയ ഗ്രോത്തിനെയാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ആക്ച്വലി നമ്മുടെ എക്കോണമിക്ക് ഒരു പ്രോബ്ലം ആണോ? അല്ല, അത് എക്കോണമിക്ക് നല്ലതാണ്. ചെറിയ വില കൂടുന്നതൊക്കെ നമ്മുടെ നമ്മുടെ എക്കോണമിയിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയാണ് കാണിക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രൈസ് ഇൻഫ്ലേഷൻ ഒക്കെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് നല്ലതാണ്. സോ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ റേറ്റ് 1 മുതൽ 4 വരെ ശതമാനത്തിൽ നിലനിർത്തുന്നതിനെയാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുക. ക്രീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ഇൻഫ്ലേഷൻ ആണ്. 2-ൽ നിന്ന് 3-ലേക്ക്, 3-ൽ നിന്ന് 4-ലേക്ക് ഒക്കെ ഒരു വർഷത്തിൽ കൂടെയുള്ളൂ. അതിനാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. അടുത്തതാണ് വാക്കിംഗ് ഇൻഫ്ലേഷൻ. വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ 2 to 10% ഇൻഫ്ലേഷൻ ഒരു സിംഗിൾ ഡിജിറ്റിൽ നിൽക്കുകയും 10% കുറവായി നിൽക്കുന്നതിനെ പറയുന്നത് ആണ് വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ അത്ര നല്ലതൊന്നുമല്ല. അതൊരു വാർണിംഗ് സിഗ്നലാണ്. RBIക്ക് നൽകുന്ന ഒരു വാർണിംഗ് സിഗ്നലാണ് ഈ വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ. റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ 10 to 20% ആണ്. ഇൻഫ്ലേഷൻ വീണ്ടും കൂടുക, അതായത് 10%-ത്തിൽ നിന്ന് 10 to 20% കൂടുന്നതിനെയാണ് റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വർഷത്തിലാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മുതൽ 1000% വരെ കൂടുന്നതിന് ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എന്തായാലും RBI നിർബന്ധമായിട്ടും ഇൻഫ്ലേഷനെ പിടിച്ചു കെട്ടാനുള്ള മെഷേഴ്സ് എടുത്തിരിക്കും. കാരണം ഇത് വളരെ ക്രിട്ടിക്കൽ ആയ ഒരു സ്റ്റേജ് ആണ്. ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ, റണ്ണവേ ഇൻഫ്ലേഷൻ എന്ന് പറയും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇൻഫ്ലേഷൻ വരും. ഇൻഫ്ലേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക? പ്രോഫിറ്റ് കൂടും, അല്ലേ? ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഉൽപാദകനെ സംബന്ധിച്ച് ഇൻഫ്ലേഷൻ വരുമ്പോൾ അയാൾക്ക് പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കൂട്ടി അയാൾ എന്ത് ചെയ്യും? വീണ്ടും പ്രൊഡക്ഷൻ കൂട്ടും. പ്രൊഡക്ഷൻ കൂടുമ്പോൾ എംപ്ലോയ്മെന്റ് കൂടും. എംപ്ലോയ്മെന്റ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ വീണ്ടും പ്രൊഡക്ഷൻ കൂടും. അങ്ങനെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാവുമ്പോൾ നമുക്ക് എക്കോണമിക് ഡെവലപ്മെന്റ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് എക്കോണമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്? ഇൻഫ്ലേഷൻ കൂടുക എന്ന് പറയുമ്പോൾ പണം കൂടും. ഒരു ഉൽപാദകനെ സംബന്ധിച്ച് അയാൾക്ക് ലാഭം കിട്ടുന്നത്, പ്രോഫിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. പ്രോഫിറ്റ് കൂടുതലായി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ സ്വാഭാവികമായിട്ടും കൂട്ടും. പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എംപ്ലോയ്മെന്റ് കൂടും. പ്രൊഡക്ഷൻ കൂട്ടി കുറെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഇനിയും ആളുകളെ വേണം, എംപ്ലോയ്മെന്റ് കൂടും. അപ്പൊ ചെറിയ രീതിയിലൊക്കെ ഇൻഫ്ലേഷൻ ഉണ്ടാവുമ്പോൾ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ എംപ്ലോയ്മെന്റ് കൂടുകയാണ് ചെയ്യുന്നത്. ധാരാളം ആളുകൾക്ക് ജോലി ലഭിക്കും. ഓക്കെ, ഡിമാൻഡ് എന്ത് ചെയ്യും? സാധനങ്ങൾക്ക് ഡിമാൻഡ്, എംപ്ലോയ്മെന്റ് കൂടുമ്പോൾ ആളുകളുടെ കയ്യിലൊക്കെ കാശ് വരാൻ തുടങ്ങും. കാശ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് കിട്ടിയാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അത് ചെലവഴിക്കാനുള്ള നിങ്ങളിപ്പോ
സാധാരണയായിട്ട് ഒരു സാധാരണ ഫോണാണ്, സാംസങ്ങിന്റെ ഫോണാണ് വാങ്ങിയിരുന്നത്. നിങ്ങൾക്ക് സാലറിയിൽ കുറച്ച് ഹൈക്കൊക്കെ ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഐഫോൺ ഒന്ന് വാങ്ങാം എന്ന് വിചാരിക്കും അല്ലെ? അപ്പൊ നമുക്ക് എംപ്ലോയ്മെന്റ് കൂടുമ്പോ, സാലറി കൂടുമ്പോ നമ്മുടെ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോ വീണ്ടും എന്താ ഉണ്ടാവുക? പ്രൊഡക്ഷൻ കൂടും. പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ. ഇൻഫ്ലേഷൻ ഒരു എക്കണോമിയിൽ ഗ്രോത്ത് ഉണ്ടാക്കും. ഓക്കെ. സോ എംപ്ലോയ്മെന്റും ഓപ്പർച്യൂണിറ്റീസും കൂടും. ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഓക്കെ. ഇൻഫ്ലേഷൻ, ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ കഴിഞ്ഞാൽ അടുത്തതാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. വളരെ വളരെ ഫാസ്റ്റ് റേറ്റിൽ 22,000 ആയിരുന്നു ഗലോപ്പിങ്ങിൽ. അതിലും ഫാസ്റ്റ് റേറ്റിൽ പ്രൈസ് ലെവൽ കൂടുന്നതിനെയാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയാ. ഇത് വളരെ വലിയൊരു ക്രൈസിസ് തന്നെയാണ്. 1920കളില് ജർമ്മനിയില് ഒക്കെ ഇത്തരം എക്കണോമിക് ക്രൈസിസ് ഉണ്ടായി. ഇത് കറൻസിയുടെ വാല്യൂ കുറയാൻ കാരണമാവും. ഓക്കെ. ഇനി ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ടേംസ് ആണ് സ്ക്യൂഫ്ലേഷൻ, സ്റ്റാഗ്ഫ്ലേഷൻ. ആ ടേമുകളൊക്കെ ഞാനിന്ന് പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഫ്ലേഷന്റെ ഓപ്പോസിറ്റ് എന്താ? പണച്ചുരുക്കം. അതായത് പണം കൂടുന്നതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയാ. അതിന് കുറയുന്നത്, പ്രൈസ് ലെവൽ കുറയുന്നതിനെയാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സ്ക്യൂഫ്ലേഷൻ എന്ന് പറഞ്ഞാല് പ്രൈസ് ഓഫ് സം ഐറ്റം റിമൈനിങ്. അപ്പൊ ഈ സ്ക്യൂഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്യൂഡ് പ്രൈസ് ഇൻ പ്രൈസ് ഓഫ് സം ഐറ്റംസ് ആണ്. അതായത് ഉള്ളിയുടെ വില ചില സീസണിൽ കൂടും അല്ലെ? ആ സീസണൽ പ്രൈസിന്റെ റൈസ് ആണ്. അതായത് ബാക്കിയുള്ള നമ്മുടെ കമ്പോളത്തിലുള്ള ബാക്കിയുള്ള സാധനങ്ങളുടെ വില കൂടണമെന്നില്ല. പക്ഷെ ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിന്റെ പ്രൈസ് കൂടുന്നതിനെയാണ് സ്ക്യൂഫ്ലേഷൻ എന്ന് പറയാ. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാഗ്നേഷൻ പ്ലസ് ഇൻഫ്ലേഷൻ, അതിനെയാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയാ. സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ മന്ദഗതിയിൽ, അതായത് സ്ലോ ആയിട്ട് ഉണ്ടാവുന്ന ഇൻഫ്ലേഷൻ. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിലയൊക്കെ അങ്ങനെ കൂടുന്നുണ്ടാവും. നമ്മൾ പറഞ്ഞു വില കൂടുമ്പോൾ എക്കണോമിക് ഗ്രോത്തും എംപ്ലോയ്മെന്റും ഒക്കെ കൂടുകയാണ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ വില മാത്രമേ കൂടുന്നുള്ളൂ, ഗ്രോത്തും എംപ്ലോയ്മെന്റും ഒക്കെ കുറയുകയാണെങ്കിൽ അതിന് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയും. ഇൻഫ്ലേഷന് അൺഎംപ്ലോയ്മെന്റിന്റെയും കോമ്പിനേഷനാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാല് ഇൻഫ്ലേഷൻ റേറ്റ് കുറയുക, ഇൻഫ്ലേഷൻ 8 നിന്ന് 6 ആവുന്നു. ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? fall in the level of prices of goods and services. റിഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇവിടെ നിന്ന് നമ്മുടെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് കാരണം വില കൂട്ടുന്നതിനെയാണ് റിഫ്ലേഷൻ എന്ന് പറയാ. ഇൻഫ്ലേഷൻ, എക്കണോമിയിൽ ഇൻഫ്ലേഷൻ റീപ്രൊഡ്യൂസ് ചെയ്യുക, അതിനെയാണ് റിഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഗവൺമെന്റ് റേറ്റ് കുറയ്ക്കുന്നതിനെയാണ് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഓക്കെ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് ഇൻഫ്ലേഷൻ കാരണം നമ്മുടെ എക്കോണമിയിൽ എന്തെല്ലാം എഫക്റ്റ് ആണ് ഉണ്ടാവുക. ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറയും, കാരണം എക്കോണമിയിൽ അത്യാവശ്യത്തിന് പൈസയുണ്ട്. ഓക്കെ. ഇനി അവൈലബിലിറ്റി ഓഫ് മണി, അതായത് നമ്മുടെ എക്കണോമിയിൽ പൈസ ധാരാളം അവൈലബിലിറ്റി ഉള്ളതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയാം. അതായത് പൈസ നമുക്ക് ലിക്വിഡ് ആയിട്ട് ഇഷ്ടംപോലെ അവൈലബിൾ ആണെങ്കിൽ ആ ഒരു അവസ്ഥയാണ് ലിക്വിഡിറ്റി നമ്മൾ മെഷർ ചെയ്യാം. അപ്പോൾ നമ്മുടെ എക്കണോമിയിൽ അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ ബാങ്കുകളും RBI ഒന്നും ഇൻട്രസ്റ്റ് കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും.
ഡെപ്റ്റേഴ്സിന് അത് ബെനിഫിറ്റ് ആണ്. ഓക്കെ. ഇനി കറൻസിയുടെ കാര്യം വെക്കുമ്പോൾ കറൻസിയുടെ മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. കറൻസിയുടെ മൂല്യം കുറയുന്നത് നല്ലതാണ്. ഇൻഫ്ലോ ഉണ്ടാവാൻ അത് നല്ലൊരു കാര്യമാണ്. എക്സ്പോർട്ടേഴ്സിന് നല്ല കാര്യമാണ്. വില കൂടി അപ്പോൾ ഇവിടുന്ന് ഒരു സാധനം നമ്മൾ പുറത്തേക്ക് കയറ്റി അയക്കുമ്പോൾ അത് ആ മാർക്കറ്റിൽ കോമ്പറ്റ് ചെയ്യാൻ മറ്റ് മറ്റ് സാധനങ്ങളുമായിട്ട് അതിന് നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും. ബിസിനസ്സിലൊക്കെ പ്രോഫിറ്റ് കൂടും. സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ കൂടും. അപ്പോൾ പ്രോഫിറ്റ് കൂടും. ഇനി ആളുകളുടെ സ്ഥിര വരുമാനം വർദ്ധിക്കും. ഓക്കെ. പക്ഷെ എന്തൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്? ലെൻഡേഴ്സ് സഫർ ചെയ്യാണ് ചെയ്യുക. ഫിക്സഡ് ഇൻകം പീപ്പിൾ, അതായത് പെൻഷന് സാലറീഡ് പേഴ്സൺ ഒക്കെ സഫർ ചെയ്യും. ഫിക്സഡ് ഇൻകം പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ഇപ്പോൾ നമുക്കറിയാം, ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ DA ഉണ്ട്. എന്തിനാ DA കൊടുക്കുന്നത്? അത് ഡിയർനെസ് അലവൻസ് ആണ്. അതായത് ഇത്തരത്തിൽ ഇൻഫ്ലേഷൻ സംഭവിക്കുന്ന സമയത്ത് അതിനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അലവൻസ് കൊടുക്കുന്നതിനെയാണ് DA എന്ന് പറയാം. അപ്പോൾ അവർ ഫ്ലെക്സിബിൾ ഇൻകം കാറ്റഗറിയാണ്. അവർക്ക് ഇൻഫ്ലേഷനെ അനുസരിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ, അതല്ലെങ്കിൽ ഇൻഫ്ലേഷനെ മറികടക്കാനുള്ള ഒരു വഴി അവരുടെ കയ്യിലുണ്ട്. പക്ഷെ ഫിക്സ്ഡ് ഇൻകം, ഇപ്പം നമ്മുടെ പാടത്ത് കിളക്കുന്ന ആളുകൾക്ക് വില കൂടി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവർക്ക് കൊടുത്തിരുന്ന കൂലി അത്ര തന്നെ കൊടുക്കുള്ളൂ, അല്ലാതെ കൂട്ടി കൊടുക്കുന്നില്ല. പക്ഷെ അവർക്ക് ആ കാശ് കൊണ്ട് ആദ്യം വാങ്ങിയിരുന്ന അത്ര സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ കമ്പോളത്തിൽ പോയി വാങ്ങാൻ പറ്റില്ല. അപ്പൊ അവര് ഫിക്സഡ് ഇൻകം പീപ്പിൾസ് തീർച്ചയായിട്ടും സഫർ ചെയ്യും. ഇമ്പോർട്ട് സഫർ ചെയ്യാണ് ചെയ്യുക. പുറത്തു നിന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ അയക്കുന്നത് നല്ല രീതിയിലാവില്ല. കാരണം ഇവിടെ ഓൾറെഡി വില ഇൻഫ്ലേഷൻ ആണ്. അപ്പോൾ അവിടെയുള്ള സാധനങ്ങൾക്ക് ഇവിടെ അത്ര ഡിമാൻഡ് ഉണ്ടാവണമെന്നില്ല. ഇനി റിയൽ വേജസ് ഡിക്രീസ് ചെയ്യും. പൈസ ഓൾറെഡി ഇവിടെ ഇൻഫ്ലേഷൻ ആണ്. അപ്പം സ്വാഭാവികമായിട്ടും പർച്ചേസിങ് പവർ ഓഫ് റുപ്പി കുറയും. സേവിങ്സ് കുറയും. ആളുകള് ഞാൻ പറഞ്ഞു, നമുക്ക് കയ്യിൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടി കൊണ്ടുപോയി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയൊന്നുമല്ല ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യും? സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യുക. ധാരാളം സാധനങ്ങൾ വാങ്ങി പൈസ സ്പെൻഡ് ചെയ്യാണ് ചെയ്യുക. സ്വാഭാവികമായിട്ടും സേവിങ്സ് കുറയും. ഇങ്ങനൊരു സാഹചര്യത്തില് വില കൂടുന്ന ഒരു സമയത്ത് എല്ലാവരുടെ കയ്യിലും കാശുണ്ട്, അവൈലബിലിറ്റി ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു സാധനത്തിനും അത്ര കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടാവില്ല. ഐറ്റംസ് തമ്മിൽ, എക്കണോമിയിൽ ലഭ്യമായ സാധനങ്ങൾ തമ്മിൽ വലിയ കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടാവില്ല. ഇനി അടുത്തത് ഒരു ഫിലിപ്സ് കർവ് ആണ്. ഫിലിപ്സ് കർവ് എന്താണ് പറയുന്നത് വെച്ചാൽ, ഇൻഫ്ലേഷൻ റേറ്റും അൺഎംപ്ലോയ്മെന്റ് റേറ്റും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇൻഫ്ലേഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്? ഇൻഫ്ലേഷൻ കൂടുമ്പോൾ എംപ്ലോയ്മെന്റ് കൂടും. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക, അല്ലെ? നോക്കൂ, ഇവിടെ ഈ പോയിന്റില് 2 ആണ് വാല്യൂ എന്ന് വിചാരിക്കാം. ഇവിടെ 4 ആണ് വിചാരിക്കാം. അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റ് ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണെന്ന് വിചാരിക്കാം. ഇത് കണ്ടു കഴിഞ്ഞാൽ 1ഉം 2 ആണെന്ന് നിങ്ങൾക്ക് തോന്നില്ല, പക്ഷെ നിങ്ങൾ അങ്ങനെ വിചാരിക്കണം. ഓക്കെ. അപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് 2 ആവുന്ന സമയത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രയായിരുന്നു? 1 ആയിരുന്നു. സോറി, ഇൻഫ്ലേഷൻ റേറ്റ് 4 ആവുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് 1 ആയിരുന്നു. ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞ് 2 ആയപ്പോൾ അൺഎംപ്ലോയ്മെന്റ് എത്രയായി? 2 ആയി മാറി, അല്ലെ? അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. എംപ്ലോയ്മെന്റും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള റിലേഷൻ ഒരു ഇൻവേഴ്സ് റിലേഷൻ അല്ലേ? ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് കുറയും. ഓക്കെ. ഇനി ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ചില ഇൻഡിസസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് ഒന്ന് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ.
ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫ്ലേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് കറണ്ട് പ്രൈസ് ഇപ്പോൾ ഉള്ള സാധനത്തിന്റെ വില മൈനസ് നമ്മൾ ബേസ് ചെയ്തായിട്ട് ഒരു വില അധികം കുറച്ച് മുൻപുള്ള ഒരു സ്റ്റേബിളായ വിലയെ നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു ഇയർ എടുത്തിട്ടുണ്ട്. ആ സമയത്തുള്ള സാധനങ്ങളുടെ വില ഇപ്പോഴത്തെ വില മൈനസ് ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100. ഇതാണ് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന്റെ ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ 2011-12 ആണ്. ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതെന്ന് പറഞ്ഞാൽ ഒരു ബൾക്ക് സെയിലിന്റെ മെഷറാണ് അല്ലെ. അപ്പോൾ ആവറേജ് ബൾക്ക് സെയിൽ ഉണ്ടാവുന്ന ആവറേജ് ചേഞ്ചിന് എടുക്കുന്നതാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇതായിരുന്നു നമ്മൾ വൈഡ്ലി യൂസ് ചെയ്തിരുന്ന ഇൻഫ്ലേഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ആരാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ മേജർ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാല് ജനറൽ പബ്ലിക് അപ്പോൾ ഇങ്ങനെ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ? നമ്മളൊക്കെ ഹോൾസെയിൽ ആയിട്ടാണോ സാധനം വാങ്ങാറ്? അല്ലല്ലോ. അപ്പോൾ സാധാരണ ആളുകളിൽ ഉണ്ടാവുന്ന ജനറൽ ട്രെൻഡ് നമുക്ക് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിനെ നമ്മൾ മാറ്റിയിട്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന കൺസെപ്റ്റിലേക്ക് വന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെയും ബേസ് ചെയ്ത് 2011-12 ആണ്. റീറ്റെയിൽ പ്രൈസ്, ഓരോ സാധനങ്ങളുടെയും റീറ്റെയിൽ പ്രൈസ് വിത്ത് റെഫറൻസ് ടു ബേസ് ചെയ്തുള്ള അതിലുള്ള ചേഞ്ചസ് നമ്മൾ മെഷർ ചെയ്യും. RBI CPI കമ്പൈൻഡ് ആണ് കീ മെഷർ ഓഫ് ഇൻഫ്ലേഷൻ ആയിട്ട് തിരഞ്ഞെടുത്തത്. എന്താ CPI കമ്പൈൻഡ്? CPI റൂറൽ പ്ലസ് CPI അർബൻ ആണ് CPI കമ്പൈൻഡ്. ഓക്കെ, ഇതിന്റെ വേറെ പ്രത്യേകത പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് നമ്മൾ ഇതിൽ എടുക്കുന്നുണ്ട്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ ഗുഡ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, സർവീസസ് നമുക്ക് അങ്ങനെ ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ കൺസ്യൂമറിന്റെ കേസ് എടുക്കുമ്പോൾ നമുക്ക് സർവീസ് കൂടെ പരിഗണിക്കാൻ പറ്റും. ഇനി ഓരോ സാധനങ്ങൾക്കുള്ള പെർസെൻറ്റേജ് ആണ് പറയുന്നത്. ഫുഡ് ആൻഡ് ബീവറേജ് 45.86, അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമല്ല. ഇനി CPI ഫോർ ഇൻഡസ്ട്രിയൽ വർക്കർ പബ്ലിഷ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ്. അതിന്റെ CPI ഇൻഡസ്ട്രിയൽ വർക്കറിന്റെ 2001 നിന്ന് 2011 ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി CPI ഫോർ അഗ്രികൾച്ചർ ലേബർ പബ്ലിഷ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ്. ഇനി എല്ലാത്തിന്റെയും ബേസ് ചെയ്ത് ഒന്നല്ല. ഇനി അഗ്രികൾച്ചർ ലേബറിന്റെ ബേസ് ചെയ്ത് 1986-87 ആണ്. ഇനി റൂറൽ ലേബേഴ്സിന്റെ പബ്ലിഷ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ്. റൂറൽ അർബൻ കമ്പൈൻഡിന്റെ പബ്ലിഷ് ചെയ്യുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അതിന്റെ ബേസ് 2011-12 ആണ്. ഇത് മാനുഫാക്ചർ സെക്ടർ വെച്ചിട്ട് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും 8 ഇൻഡസ്ട്രീസ് ആണ് ഇവർ എടുക്കുന്നത്. റിഫൈനറി പ്രോഡക്റ്റ്, ഇലക്ട്രിസിറ്റി, സ്റ്റീല്, കോള്, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, സിമെന്റ്, ഫെർട്ടിലൈസർ. ഈ 8 ഇൻഡസ്ട്രീസും മൊത്തത്തിൽ 40.27 വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു ഇൻഫ്ലേഷൻ നമുക്ക് അങ്ങനെ കൂടാൻ പറ്റില്ല. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ അത് വേഗം ആരൊക്കെ ഇടപെടാൻ തുടങ്ങും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഇടപെടാൻ തുടങ്ങും. അങ്ങനെ RBIയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് അഗ്രിമെന്റിൽ സൈൻ വെച്ചു 2015. ആദ്യം
അതായത് ഈ 2015 മുമ്പ് ഇത് ആരുടെ മാത്രം ഉത്തരവാദിത്തമായിരുന്നു? സെൻട്രൽ ബാങ്കിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ഇൻഫ്ലേഷൻ കൂടാതെ, അതായത് ഇൻഫ്ലേഷൻ സംഭവിക്കാതെ നമ്മുടെ എക്കണോമിയെ പിടിച്ചു നിർത്തുക എന്നുള്ളത് സെൻട്രൽ ബാങ്കിന്റെ മാത്രം ഉത്തരവാദിത്തമായിരുന്നു. 2015 RBIയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഒരു പോളിസിയിൽ സൈൻ ചെയ്യാണ്. അതാണ് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് അഗ്രിമെന്റ്. അത് പ്രകാരം ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടാർഗറ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കമ്മിറ്റിയെ നിയമിക്കും. അതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. RBIയുടെ ഈ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റേഞ്ച് 4 ആണ്. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനുള്ള 4% ആയിട്ടാണ് നമ്മൾ എക്കണോമിയിൽ ഇൻഫ്ലേഷനെ പിടിച്ചു നിർത്തേണ്ടത്. 4%. പക്ഷെ 4% നമുക്ക് ±2% വരെ പോകാം. അത് കുഴപ്പമില്ല. അതായത് 2 to 6% വരെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ കൂടുന്നത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ RBIയുടെ ദൗത്യം. ഇപ്പൊ RBI അല്ല, മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ദൗത്യം. നെക്സ്റ്റ് മോണിറ്ററി പോളിസി കമ്മിറ്റിയെ പറ്റി നോക്കാം. മോണിറ്ററി പോളിസി കമ്മിറ്റിയെ പറ്റി കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൽ സെക്കൻഡ് സ്റ്റേജിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ പ്രധാന എയിം എന്താ? പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഗ്രോത്ത്, അതായത് നമ്മുടെ എക്കണോമിയുടെ ഗ്രോത്തിനെ ആവശ്യമായ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മെയിൻ ദൗത്യം. ഇനി ഈ കമ്മിറ്റിയിൽ ആരൊക്കെ ഉള്ളത്? ഇതൊരു 6 member ബോഡിയാണ്. 6 member ബോഡി എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അതിലുള്ളത്? RBI ഗവർണറാണ് ഇതിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ഇതിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറഞ്ഞാൽ RBI ഗവർണറാണ്. പിന്നെ അതായത് 3 RBI മെമ്പേഴ്സ് ഉണ്ടാവും, 3 ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന മെമ്പേഴ്സ് ഉണ്ടാവും. അവര് എക്കണോമിക് എക്സ്പേർട്ട് ആവണം. ആരെങ്കിലും പിടിച്ചിട്ട് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ 3 പേര് RBI എന്നുള്ള ആളുകളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ RBIയുടെ ഗവർണറാണ്. പിന്നെ 2 ആളുകൾ ഉണ്ടാവും. പിന്നെ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന 3 ആളുകൾ ഉണ്ടാവും. ഇനി ഇതിന്റെ ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇപ്പൊ നമ്മളുടെ ടാർഗറ്റിംഗ് 4 ± 2% ആണ്. ഇനി അവര് ഓക്കെ, ഇത് സെറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, MPC തീരുമാനിക്കും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെറ്റ് ചെയ്യും വിത്ത് കൺസൾട്ടേഷൻ ഓഫ് RBI. ഈ MPC ഒരു വർഷത്തിൽ 4 തവണ കൂടണം എന്നാണ് പറയുന്നത്. അതായത് അവര് ഇതിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളല്ലേ. അപ്പൊ ഒരു വർഷത്തിൽ അവര് അറ്റ്ലീസ്റ്റ് 4 മീറ്റിംഗ് എങ്കിലും നടത്തണം. ഇനി അവരൊരു മീറ്റിംഗ് നടത്തണമെങ്കിൽ എത്ര ആളുകളെങ്കിലും മിനിമം വേണം? 6 ആളുകളുള്ള ബോഡിയാണ്. 4 ആളുകളെങ്കിലും പ്രസന്റ് ആണെങ്കിൽ മാത്രമേ കോറം പൂർത്തിയാവുള്ളൂ. അപ്പൊ മാത്രമേ അവിടെ ആ ഒരു മീറ്റിംഗ് നടക്കുള്ളൂ. ഓരോ മെമ്പറിനും ഓരോ വോട്ടാണുള്ളത്. ഇനിയിപ്പോ 6 ആളുകളാണ് ഉള്ളത്. അപ്പൊ 3 ആളുകള് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വന്നപ്പോ 3 ആളുകൾ യെസ് എന്നും 3 ആളുകൾ നോ എന്നുമാണ് വോട്ട് ചെയ്തത്. അപ്പൊ അവിടെ ഒരു ടൈ വന്നു. ഇങ്ങനെ ടൈ വരുന്ന സമയത്ത് കാസ്റ്റിംഗ് വോട്ടിനുള്ള പ്രൊവിഷൻ ആർക്കാണ് നൽകിയത്? ഗവർണർക്കാണ്. ഗവർണറാണ് അതിൽ യെസ് ആണോ നോ ആണോ, ഗവർണറുടെ കാസ്റ്റിംഗ് വോട്ടിനനുസരിച്ചിട്ടായിരിക്കും ഡെസിഷൻ ഉണ്ടാവുക. ഓരോ 6 മാസം കൂടുമ്പോഴും റിസർവ് ബാങ്ക് ഒരു ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്യും. അതിനാണ് മോണിറ്ററി പോളിസി റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോഴ്സസ് ഓഫ് ഇൻഫ്ലേഷനും ഇൻഫ്ലേഷൻ വരുന്ന അടുത്ത 6 മുതൽ 18 മാസത്തിലുള്ള ഇൻഫ്ലേഷന്റെ കണക്കും അന്ന് അവരവിടെ ബോധിപ്പിക്കണം. ഓക്കെ, അപ്പൊ അതൊരു 6 member ബോഡി ആണെന്നാണ് നമ്മൾ പറയുന്നത്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? MPC അല്ല. MPC ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. ആൻഡ് വേറെ എന്താ? 6 member ബോഡിയാണ്. കോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആളുകളാണ്. കാസ്റ്റിംഗ് വോട്ട് ഗവർണർക്കാണ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ഇൻഫ്ലേഷനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിലാണ്
ഇൻഫ്ലേഷനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുക? അതിനെയാണ് അതിനെ മൂന്നായി നമുക്ക് ഡിവൈഡ് ചെയ്യാം. മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി ആൻഡ് അതേഴ്സ്. ഓക്കെ, മോണിറ്ററി പോളിസി മെഷേഴ്സ് എന്തൊക്കെയാ? ബാങ്ക് റേറ്റ് കൂട്ടും, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അപ്പൊ ആളുകൾക്ക് ബാങ്കിൽ നിന്ന് കടമെടുക്കാൻ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അധികം ലിക്വിഡിറ്റി, എക്കണോമിയിൽ ലിക്വിഡിറ്റി കൂടാതെ അത് കൺട്രോൾ ചെയ്യും. സേവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും, ക്രെഡിറ്റ് ക്രിയേഷൻ കൂടും, പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നടത്തുക, കൺട്രോൾ ചെയ്യുക, ക്രെഡിറ്റ് ക്രിയേഷനെ കൺട്രോൾ ചെയ്യുക, റെപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, CRR, SLR, ബാക്കിയുള്ള പോളിസി റേറ്റുകളൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലേഷനെ പിടിച്ചു കെട്ടാൻ പറ്റും. ഇതിനെ ഈ മോണിറ്ററി പോളിസി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നെക്സ്റ്റ്, ഫിസിക്കൽ പോളിസി മെഷേഴ്സ്. ഈ മോണിറ്ററി പോളിസി മെഷേഴ്സ് ആരാ നടപ്പിലാക്കുന്നത്? RBI ആണ്. അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ പോളിസി മെഷേഴ്സ് നടപ്പിലാക്കുന്നത് ആരാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൈവറ്റ് സ്പെൻഡിങ് കുറയ്ക്കും. പ്രൈവറ്റ് സ്പെൻഡിങ് കുറയ്ക്കാൻ എന്താ വഴി? പ്രൈവറ്റ് ആളുകള് സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ടാക്സ് കൂട്ടിയാൽ മതി, അല്ലെ? അപ്പൊ നമ്മുടെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് ഗവൺമെന്റ് എടുക്കുന്ന ഒരു മെഷറാണ് ടാക്സുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പിന്നെ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ഗവൺമെന്റ് ആയിട്ട് തന്നെ കുറയ്ക്കും. ടാക്സ് കവറേജിൽ കുറെ ആളുകളെ ഉൾപ്പെടുത്തും. കുറെ ആളുകളുടെ കയ്യിൽ അപ്പൊ അത്യാവശ്യം പൈസ ഉണ്ടെന്ന് ഗവൺമെന്റിന് അറിയാം. അവരെയൊക്കെ പിടിച്ച് ടാക്സ് കവറേജിന്റെ അണ്ടറിൽ എത്തിക്കും. പുതിയ ടാക്സസും സെസ്സസും ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ചെയ്യാൻ പറ്റുന്ന അതർ മെഷേഴ്സ് എന്ന് പറഞ്ഞാല് പ്രൈസ്, വില കൺട്രോൾ ചെയ്യുക. ഗവൺമെന്റ് ഷോർട്ട് ടൈം, അത് ഷോർട്ട് ടൈം മെഷറാണ്. കുറെ കാലത്തിന് ഗവൺമെന്റിന് സാധനങ്ങളുടെ വില ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു ഷോർട്ട് ടൈം മെഷറായിട്ട് നമുക്ക് പ്രൈസ് കൺട്രോൾ ചെയ്യാം. ഇമ്പോർട്ട് കൺട്രോൾ ചെയ്യാം. ഗവൺമെന്റിന്. കമ്പനികൾ വില ശമ്പളം കൊടുക്കും. കുറെ കാശ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ശമ്പളം കൂട്ടി കൊടുക്കണ്ട, അത് നമ്മുടെ എക്കണോമിക്ക് ദോഷമാണെന്നും ഇൻഫ്ലേഷൻ ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് ശമ്പളം കൂട്ടുന്നതിന് നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റും. ഇനി മോണിറ്ററി പോളിസി എന്തിനു വേണ്ടിയിട്ടാണ് മോണിറ്ററി പോളിസി മെഷേഴ്സ് എടുക്കുന്നത്? എക്കണോമിക് ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യാൻ, പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ, എക്സ്ചേഞ്ച് റേറ്റിനെ സ്റ്റേബിൾ ആക്കി നിർത്താൻ വേണ്ടിയിട്ട്, സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ, ഇതിനൊക്കെയാണ് മോണിറ്ററി പോളിസി എടുക്കുന്നത്. മോണിറ്ററി പോളിസിനെ നമുക്ക് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്നും കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി എന്നും രണ്ടായി തിരിക്കാം. എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇൻഫ്ലേഷൻ ഉള്ള സമയവും ഇൻഫ്ലേഷൻ ഇല്ലാത്ത സമയത്തും മോണിറ്ററി പോളിസി നടത്തണ്ടേ? അപ്പോൾ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ മണി സപ്ലൈ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ അതായത് നമുക്ക് മണി കൂടുതലായിട്ട് എക്കണോമിയിൽ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ മണി സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ഉണ്ടാക്കുന്നത്. മണി സപ്ലൈ കൂട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം. മണി സപ്ലൈ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിമാൻഡ് കൂടും. ഓക്കെ, ഇനി കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണി കുറയ്ക്കുക, എക്കണോമിയിലുള്ള പൈസയുടെ അളവ് കുറയ്ക്കാം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂട്ടും, ഡിമാൻഡ് കുറയ്ക്കും. ഓക്കെ, ഇനി മോണിറ്ററി പോളിസികൾ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കൺവെൻഷണൽ മെത്തേഡ് ആണ്, നോൺ കൺവെൻഷണൽ മെത്തേഡ്. അതായത് റീഫോം പീരീഡിന് മുമ്പുള്ളത് കൺവെൻഷണൽ മെത്തേഡ് എന്നും റീഫോം പീരീഡിന് ശേഷമുള്ളതിനെ നോൺ കൺവെൻഷണൽ മെത്തേഡ് എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കൺവെൻഷണൽ മെത്തേഡിൽ വരുന്നതാണ് ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വേരിയബിൾ റിസർവ് റേഷ്യോ. നോൺ കൺവെൻഷണൽ മെത്തേഡ് ആണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി ആൻഡ് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം ബോൺസ്, MSS ബോൺസ്. ഓക്കെ, നമ്മൾ ഇതെല്ലാം ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ
കുറച്ചധികം സമയം ക്ലാസ് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്താണ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. മോണിറ്ററി പോളിസിയുടെ മലയാളം എന്താണെന്നറിയോ? പണനയം എന്നാണ്. അപ്പൊ ഫിസിക്കൽ പോളിസി എന്തായിരിക്കും? ധനനയമാണ്. ഓക്കെ, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷനാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. RBI 1934 ഇവിടെ ഇന്ത്യയിൽ ഇത് പാസ് ചെയ്തത്. 1935 ഏപ്രിൽ 1 RBI മോണിറ്ററി പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, RBIയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കറൻസി നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നത്. നോട്ടൊക്കെ അടിക്കുന്നത് RBI ആണ്, നമുക്കറിയാം അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ₹1 നോട്ടും കോയിൻസും പ്രിന്റ് ചെയ്യുന്നത് ആരാ? ₹1 നോട്ടും കോയിൻസും പ്രിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫിനാൻസ് മിനിസ്ട്രി ആണ് ₹1 നോട്ടും കോയിൻസും പ്രിന്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ നോട്ടും പ്രിന്റ് ചെയ്യുന്നത് RBI ആണ്. നമുക്കറിയാം ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്നത് RBI നെയാണ്. എല്ലാ ബാങ്കുകളെയും റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്, അല്ലേ? ഏതൊക്കെ നിയമങ്ങൾ വെച്ചിട്ടാണ് RBI ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യുന്നത്? RBI ആക്ട് 1934 ബാങ്ക് റെഗുലേഷൻ ആക്ട് 1949. ഇനി ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് RBI വിളിക്കുന്നുണ്ട്. അതായത് ബാങ്കുകൾ ഒരു ക്രൈസിസിൽ വന്നു കഴിഞ്ഞാൽ അവസാന അത്താണിയാണ്, ബാങ്കുകളുടെ അവസാന അത്താണിയാണ് RBI എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ കസ്റ്റോഡിയൻ ആണ്. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആണ്. ഇനി ക്രെഡിറ്റ് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ആണ്. ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന് പറയുന്നുണ്ട്. അഡ്വൈസർ ഓഫ് ഗവൺമെന്റ് ആണ്. ഇതൊക്കെയാണ് RBIയുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ ബാങ്ക് റേറ്റ് നമുക്ക് കുറച്ച് മോണിറ്ററി പോളിസി മെഷേഴ്സ് ഡിസ്കസ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല, ഇനിവേ നമുക്ക് നോക്കാം. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിലെ പണ്ടുള്ള ഒരു പോളിസി റേറ്റ് ആയിരുന്നു ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാല്. ഇനി എന്താണ് ഡിസ്കൗണ്ട് റേറ്റ് എന്നറിയോ നിങ്ങൾക്ക്? ബാങ്കുകള് നമ്മുടെ കയ്യിൽ നിന്ന് ബാങ്കുകള് ചെക്ക് എടുത്തിട്ട് നമുക്ക് പൈസ തരും. അങ്ങനെ പൈസ തരുമ്പോൾ അവരതിന് ഇൻട്രസ്റ്റ് റേറ്റ് ഈടാക്കില്ലേ? ആ ഇൻട്രസ്റ്റ് റേറ്റ് ഈടാക്കുന്നതിനെയാണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയാം. അപ്പൊ എന്താ റീഡിസ്കൗണ്ട് റേറ്റ്? റീഡിസ്കൗണ്ട് റേറ്റിന്റെ മറ്റൊരു പേരാണ് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതായത് ഈ പൈസ RBI എവിടെ നിന്നാണ് പൈസ ബാങ്കുകൾക്ക് കിട്ടുന്നത്? RBI നിന്നാണ്. അപ്പൊ RBIക്ക് ഇതുപോലെ ചെക്ക് കൊടുത്തിട്ട് RBI ബാങ്കുകൾക്ക് പൈസ കൊടുക്കുമ്പോൾ അവരൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഈടാക്കില്ലേ? അതിനെയാണ് റീഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ ബാങ്ക് റേറ്റ് എന്ന് പറയാം. അപ്പൊ ബാങ്ക് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ബാങ്ക് റേറ്റ് അല്ലെങ്കിൽ റീഡിസ്കൗണ്ട് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാല് ബാങ്കുകാർ സ്വാഭാവികമായിട്ടും ഡിസ്കൗണ്ട് റേറ്റും കൂട്ടും. അവർക്ക് 3% പലിശ കൊടുത്തിട്ട് ലഭിച്ചിരുന്ന പൈസ അവര് 5% പലിശക്ക് ഇപ്പൊ നൽകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ബാങ്കുകാരും അവരുടെ പലിശ കൂട്ടും. അല്ലെ? ആളുകൾക്ക് പൈസ കൊടുക്കുന്ന പലിശ അവർ സ്വാഭാവികമായിട്ടും കൂട്ടും. പലിശ കൂട്ടിക്കഴിഞ്ഞ ആളുകൾ അങ്ങനെ ബാങ്കിൽ പോയിട്ട് പൈസ കടമെടുക്കാൻ തുടങ്ങുമോ? ഇല്ല. കാരണം പലിശ കൂടുതലാ. ഇപ്പൊ 10% പലിശ ഉണ്ട്. ഇപ്പൊ അങ്ങനെ പൈസ കടമെടുക്കാൻ പറ്റില്ല എന്ന് പൊതുജനങ്ങൾക്ക്, പബ്ലിക്കിനും തോന്നും. അപ്പൊ അവര് കടമെടുക്കുന്നത് കുറയ്ക്കും. അങ്ങനെ അപ്പൊ നമ്മുടെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഉള്ള ഒരു സമയമാണ്. സോ ഇവിടെ അത്യാവശ്യത്തിന് ലിക്വിഡിറ്റി നമ്മുടെ എക്കണോമിയിലുണ്ട്. കാശ് ഒഴുകി നടക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ആളുകൾ വീണ്ടും ബാങ്കിൽ പോയി കാശ് എടുത്തു കൊണ്ടുവന്നാല് വീണ്ടും എക്കണോമിയിൽ പൈസ കൂടുകയും ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ട് RBI എന്ത് ചെയ്യും? ബാങ്ക് റേറ്റ് അല്ലെങ്കിൽ റീഡിസ്കൗണ്ട് റേറ്റ് കൂട്ടും. RBI റീഡിസ്കൗണ്ട് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ബാങ്കുകാർ അപ്പം ഡിസ്കൗണ്ട് റേറ്റ് കൂട്ടും. അങ്ങനെ ഡിസ്കൗണ്ട് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാല് പബ്ലിക് പൈസ എടുക്കുന്നത് കുറയ്ക്കുകയും
പൈസ ടൈറ്റ് ആക്കുകയും ചെയ്യും. അപ്പൊ അവിടെ മണി ഡിയർ ആവും. നമുക്ക് പൈസ അത്ര അത്യാവശ്യമുള്ള ഒരു സാധനമാവും, ടൈറ്റ് ആവും. അപ്പോൾ മണി പോളിസിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഡിയർ മണി പോളിസിയും ടൈറ്റ് മണി പോളിസിയും ഉണ്ടാവും. അപ്പോൾ ബാങ്ക് റേറ്റ് കൂടിയിട്ട് ബാങ്ക് റേറ്റ് കൂട്ടുന്നതിനെ ടൈറ്റ് മണി പോളിസി എന്നും ബാങ്ക് റേറ്റ് കുറയ്ക്കുന്നതിനെ ഈസി മണി പോളിസി എന്നും പറയും. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ക്വസ്റ്റ്യൻ ആണ്, UPSC 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യണേ. An increase in the bank rate generally indicate that the option A, market rate of interest is likely to fall. B, central bank is no longer making loans to commercial banks. Option C, central bank is following an easy money policy. Option D, central bank is following a tight money policy. അപ്പോൾ an increase in the bank rate generally indicate, increase in the bank rate എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ലൈക്ലി ടു ഫോൾ. അങ്ങനെ ഒരു ഓപ്ഷനെ പറ്റി നമ്മളോട് പറയുന്നില്ല. സെൻട്രൽ ബാങ്ക് ഈസ് നോ ലോങ്ങർ മേക്കിംഗ് ലോൺസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സെൻട്രൽ ബാങ്ക് ഈസ് ഫോളോയിങ് ആൻ ഈസി മണി പോളിസി ആണോ? ബാങ്ക് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ടൈറ്റ് മണി പോളിസിയാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. സെൻട്രൽ ബാങ്ക് ഈസ് ഫോളോയിങ് എ ടൈറ്റ് മണി പോളിസി. ഓക്കെ. അപ്പോൾ ലോവറിങ് ഓഫ് ബാങ്ക് റേറ്റ് എന്താ കാണിക്കുന്നത്? എക്കണോമിയിൽ മോർ ലിക്വിഡിറ്റി. അപ്പോൾ നമ്മളിവിടെ ഡീഫ്ലേഷൻ ഉള്ള സമയമാണെന്ന് വെച്ചോ, ആളുകളുടെ കയ്യിലൊന്നും പൈസ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും RBI എന്ത് ചെയ്യും? ബാങ്ക് റേറ്റ് കുറയ്ക്കും. ബാങ്ക് റേറ്റ് കുറയ്ക്കുമ്പോൾ ബാങ്കുകൾ RBI നിന്ന് പണം കടമെടുക്കും. RBIയിൽ നിന്ന് പണം കടമെടുക്കും ബാങ്കുകളിൽ നിന്ന് ജനറൽ പബ്ലിക് പണം കടമെടുക്കും. കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ പണം കടമെടുക്കും. അപ്പൊ ലിക്വിഡിറ്റി കൂടും. അപ്പോൾ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ് ഈ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാങ്ക് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാങ്ക് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫ്ലേഷൻ ഉള്ള സമയത്ത് ബാങ്ക് റേറ്റ് കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിയിൽ ലിക്വിഡിറ്റി വരികയും ചെയ്യും. ഓക്കെ. അടുത്ത ഒരു ഇതാണ് കൺവെൻഷണൽ മെത്തേഡാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ബോണ്ടുകളാണ്. ഇന്ത്യയിൽ ബോണ്ട് അത്ര സെക്യൂർഡ് ആയ ഒരു കാര്യമല്ല, ഡിബഞ്ചേഴ്സ് ആണ് സെക്യൂർഡ്. ഓക്കെ. അപ്പോൾ ഞാൻ പറയാം, മണി ഇൻ ദ സിസ്റ്റം, അതായത് എക്കണോമിയിൽ ഞാനിതൊരു ഡയഗ്രം വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ. അപ്പോൾ ഇത് RBI ആണ്. ആരാണ്? RBI ആണ്. ഇതാണ് സിസ്റ്റം. സിസ്റ്റത്തിൽ ആരൊക്കെ ഉള്ളത്? ഗവൺമെന്റ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, പബ്ലിക് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈസ ഇൻജക്ട് ചെയ്യാനും പറ്റും. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കൊടുത്തിട്ട് പബ്ലിക്കിന്, ഇപ്പോൾ RBI എന്ത് ചെയ്യാണ്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പബ്ലിക്കിന് കൊടുത്തു. അപ്പോൾ പബ്ലിക്കിന്റെ കയ്യിൽ സിസ്റ്റത്തിൽ ധാരാളം പൈസ ഉള്ള സമയമാണ്. ഗവൺമെന്റിന്റെ കയ്യിലും ബാങ്കുകളുടെ കയ്യിലും പബ്ലിക്കിന്റെ കയ്യിലൊക്കെ കുറെ പൈസ ഉള്ള സമയമാണ്. അപ്പൊ RBI എന്ത് ചെയ്യും? RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പബ്ലിക്കിന് കൊടുത്തിട്ട് പറയും, നിങ്ങൾ ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ കയ്യിൽ വെച്ചോളൂ, എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഞങ്ങൾക്ക് തരൂ, ഞങ്ങളത് സുരക്ഷിതമായി എടുത്തു വെക്കാമെന്ന് പറയും. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സിസ്റ്റത്തില് ധാരാളം പൈസ ഉണ്ടായിരുന്നു. ഇൻഫ്ലേഷൻ ഉള്ള സമയമാണ്. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സിസ്റ്റത്തിന് കൊടുത്തിട്ട് RBI എന്ത് ചെയ്യും? പണം RBIയുടെ കയ്യിൽ എത്തിക്കും. ഓക്കെ. അപ്പോൾ സെല്ലിംഗ് എവിടെ നിന്നാണ്? RBI നിന്ന് സിസ്റ്റത്തിലേക്കാണ്. ക്യാഷ് അബ്സോർബ് ചെയ്യുന്നത് സിസ്റ്റത്തിൽ നിന്ന്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുക RBI നിന്ന് സിസ്റ്റത്തിലേക്കും, ക്യാഷിന്റെ ഫ്ലോ സിസ്റ്റത്തിൽ നിന്ന് RBIയിലേക്കുമാണ്. എക്സസ് ലിക്വിഡിറ്റി ഉള്ള സമയത്താണ് ഇത് ചെയ്യുക. ഓക്കെ. ഇൻഫ്ലേഷന്റെ സമയത്ത് എടുക്കുന്ന മെഷറാണ് RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സിസ്റ്റത്തിലേക്ക് സെല്ല് ചെയ്യും. ഇനി
ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഓക്കെ, ഈ സെനാരിയോ കഴിഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഇത് വരയ്ക്കാണ്. RBI, ജനറൽ പബ്ലിക്, RBI പിന്നെ എന്താ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? RBI എന്ത് ചെയ്യും? RBI നേരത്തെ സിസ്റ്റത്തിലെ ആളുകൾക്ക് കുറച്ച് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ RBI കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ആ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ RBI തിരിച്ചു വാങ്ങും. നിങ്ങൾ ആ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ എനിക്ക് തരൂ, ഞാൻ നിങ്ങൾക്ക് പണം തരാമെന്ന് പറയും. ഇത് ഏത് സമയത്താണ് അങ്ങനെ പറയാൻ സാധ്യതയുള്ളത്? RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ വാങ്ങി വെച്ചിട്ട് പൈസ സിസ്റ്റത്തിലേക്ക് കൊടുക്കും. RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ വാങ്ങി വെച്ച് പൈസ സിസ്റ്റത്തിലേക്ക് കൊടുക്കണം. ഈ സിസ്റ്റത്തിൽ സ്വാഭാവികമായിട്ടും പൈസ ഉണ്ടാവില്ല. ഡീഫ്ലേഷൻ, ലിക്വിഡിറ്റി കുറഞ്ഞ സമയത്ത്, ഡീഫ്ലേഷൻ സംഭവിക്കുന്ന സമയത്താണ് RBI അവരുടെ സിസ്റ്റത്തിൽ നിന്ന് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അബ്സോർബ് ചെയ്തിട്ട് പൈസ ആർക്ക് കൊടുക്കുന്നത്? സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വഴി ഗവൺമെന്റ് RBI ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ സെല്ലിങ്ങും വിറ്റിട്ടും വാങ്ങിയിട്ടും ആണ് RBI ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് വേരിയബിൾ റിസർവ് റേഷ്യോ. വേരിയബിൾ റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാങ്കുകളിൽ ഒരു റിസർവ് മണി എന്ന സിസ്റ്റം ഉണ്ട്. ബാങ്കുകൾ കുറച്ച് പൈസ റിസർവ് ആയി വെക്കേണ്ടതുണ്ട്. ഈ റിസർവ് ആയി വെക്കുന്ന ക്യാഷ് ഒരിക്കലും അസറ്റ് ഫോർമേഷന് വേണ്ടിയിട്ട് ബാങ്കുകൾക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ബാങ്കും RBIയും തമ്മിലുള്ള ഒരു പ്ലേ ആണ്. ഇതിൽ ജനറൽ പബ്ലിക്കിന് വലിയ റോളൊന്നുമില്ല. അതായത് ഇത് നേരിട്ട് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ പറഞ്ഞു, അതിൽ ഗവൺമെന്റും പബ്ലിക്കും ബാങ്കുകളും ഒക്കെ ഇൻവോൾവ് ആണ്. പക്ഷെ വേരിയബിൾ റിസർവ് റേഷ്യോയില് ആരൊക്കെ തമ്മിൽ? ബാങ്കുകളും RBIയും മാത്രം തമ്മിലുള്ള ഒരു പ്ലേ ആണ് വേരിയബിൾ റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. അതായത് കുറച്ച് മണി റിസർവ് ആയി വെക്കണം. ഈ റിസർവ് ആയി വെക്കാനുള്ള പൈസയുടെ അളവ് തീരുമാനിക്കുന്നത് RBI ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലാണ് ഈ റിസർവ് റേഷ്യോനെ ഇതാക്കുന്നത്. ഒന്ന് CRRഉം SLRഉം. ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ബാങ്കുകൾക്ക് CRR നിർബന്ധമായും അവരവരുടെ കയ്യിൽ ഇത് വെക്കണം. RBIയിൽ വെക്കണം, കറൻസിയുടെ ഫോമിൽ. അതായത് ബാങ്കുകൾ കുറച്ച് ക്യാഷ് എടുത്തിട്ട് RBIക്ക് കൊടുക്കണം. അത് നിർബന്ധമായും RBIയിൽ കൊടുക്കേണ്ടതുണ്ട്. അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, കൊടുക്കാതിരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അവരുടെ നെറ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ലയബിലിറ്റിയുടെ എത്ര പെർസെൻറ്റേജ്, നിങ്ങളുടെ മൊത്തം ഡിമാൻഡ് ഡെപ്പോസിറ്റ് ലയബിലിറ്റിയുടെ ഇത്ര പെർസെൻറ്റേജ് ഇവിടെ കൊടുന്ന് വെക്കണം എന്ന് ആര് പറയും? RBI പറയും. അതിനെയാണ് CRR എന്ന് പറയാം. CRR RBIയിലേക്ക് ബാങ്കുകൾ നൽകേണ്ട പൈസയാണ്. ഇനി SLR എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SLRനേക്കാളും കൂടുതലായിരിക്കും. അതിപ്പോൾ 18%. ഈ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ ആയിട്ട് ബാങ്കുകൾക്ക് ബാങ്കിൽ തന്നെ വെക്കാം. അത് RBIയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ബാങ്കുകളിൽ തന്നെ കീപ്പ് ചെയ്യാവുന്ന സാധനമാണ്. ആൻഡ് ഇത് ക്യാഷ് ആയിട്ട് തന്നെ വേണമെന്നില്ല. അപ്പോൾ CRR ക്യാഷ് റിസർവ് റേഷ്യോ മസ്റ്റ് ആയിട്ടും ക്യാഷ് ആയിട്ട് ബാങ്കുകൾ RBIയിൽ കൊണ്ടുപോയി സൂക്ഷിക്കേണ്ടതാണെങ്കിൽ SLR ക്യാഷ് ആയിട്ട് തന്നെ അങ്ങനെ സേവ് ചെയ്യണമെന്നില്ല. അത് നമുക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ ക്യാഷ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും സൂക്ഷിക്കാൻ. അല്ല ഇത് RBIയിൽ കൊണ്ടുവയ്ക്കണമെന്നില്ല. ഇത് ബാങ്കുകളിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. അപ്പൊ CRRഉം SLRഉം കൂട്ടിയെന്ന് വിചാരിച്ചു. അപ്പൊ RBI CRRഉം SLRഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ക്യാഷ് റിസർവ് റേഷ്യോ കൂട്ടിക്കഴിഞ്ഞാൽ ബാങ്കുകൾ കുറച്ചധികം ക്യാഷ് RBIയിൽ കൊണ്ടുപോയി വെക്കേണ്ടി വരും. ബാങ്കുകൾക്ക് അപ്പോൾ
പബ്ലിക്കിന് ലോൺ കൊടുക്കാനുള്ള ക്യാഷിന്റെ എമൗണ്ട് കുറയും അല്ലേ? കാരണം കുറച്ചധികം ക്യാഷ് നമ്മൾ RBIയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പൊ ലിക്വിഡിറ്റി, അതായത് ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് RBI CRR കൂട്ടും. അപ്പൊ ക്യാഷ് റിസർവ് റേഷ്യോ കൂട്ടിക്കഴിഞ്ഞാൽ ബാങ്കുകൾ ആ ക്യാഷ് RBIയിൽ കൊണ്ടുപോയി വെക്കാൻ നിർബന്ധിതരാവും. അവർക്ക് പബ്ലിക്കിന് പബ്ലിക്കിന് കടം കൊടുക്കാനുള്ള ക്യാഷിന്റെ എമൗണ്ട് കുറയും. അങ്ങനെ എക്കണോമിയില് സിസ്റ്റത്തില് ക്യാഷിന്റെ അളവ് കുറയ്ക്കാൻ, ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഡീഫ്ലേഷൻ നടക്കുന്ന സമയമാണ്. ആളുകളുടെ കയ്യിലൊന്നും ലിക്വിഡിറ്റി ഇല്ല എന്ന് വിചാരിച്ചു. അപ്പൊ RBI എന്ത് ചെയ്യും? CRR-ഉം SLR-ഉം കുറയ്ക്കും. CRR-ഉം SLR-ഉം കുറച്ചു കഴിഞ്ഞാല് ബാങ്കുകളുടെ കയ്യിൽ നിലവിലുള്ള കാശിൽ നിന്ന് ധാരാളമായിട്ട് അവർക്ക് കുറച്ചുകൂടി അളവില് പബ്ലിക്കിന് വേണ്ടി കടം കൊടുക്കാൻ പറ്റും. അപ്പൊ SLR-ഉം CRR-ഉം കൺട്രോൾ ചെയ്യുന്നത് വഴി എക്കണോമിയിലെ ക്യാഷ് കൺട്രോൾ ചെയ്യുന്നതിനെ, ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ, വേരിയബിൾ റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയായിരുന്നു കൺവെൻഷണൽ മെത്തേഡുകൾ ഉണ്ടായിരുന്നത്. ഇനി നോൺ കൺവെൻഷണൽ മെത്തേഡുകളാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി, മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീംസ്. ഈ മെത്തേഡുകൾ ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂറിൽ കൂടുതലൊക്കെ നിങ്ങൾക്ക് ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനിവേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. എല്ലാവരും നോക്കി, ഞാൻ കുറച്ച് MCQകൾ ഇടാം. ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഈ ചോദ്യങ്ങൾ, ഈ മെത്തേഡുകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബാങ്ക് റേറ്റും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനും വേരിയബിൾ റിസർവ് റേഷ്യോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.